ഒരു BJP പ്രസിഡന്റിന് 10 ലക്ഷം രൂപ കൊടുത്ത് ഭരണം അട്ടിമറിക്കാൻ 2013 കോൺഗ്രസ് ശ്രമിച്ചുവെന്നും അന്ന് ഭരണം പിടിച്ചെടുത്തതിന് ശേഷം BJP പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ നേരത്തെ നിശ്ചയിച്ച നിയമനം നടത്താൻ സാധിച്ചില്ലെന്നുമാണ് ഈ കത്തിൽ പറയുന്നത്. അപ്പോൾ ഈ പണം പറ്റിയവരിൽ BJPയിലെ ഈ സഹകരണ ബാങ്കുമായി പ്രവർത്തിക്കുന്നവരുമുണ്ടോ? പി കൃഷ്ണദാസ്. അരുൺ, നമ്മൾ ആ കത്ത് നോക്കുമ്പോൾ അങ്ങനെയല്ല മനസ്സിലാക്കുന്നത്. അദ്ദേഹം ആ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ചു എന്ന് പറയുന്ന ഭാഗം ഞാനൊന്ന് വായിക്കാം. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം മറ്റുള്ളവരും പിൻവാങ്ങി. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറായ എൻ്റെ തലയിൽ എല്ലാ സാമ്പത്തിക ബാധ്യതയും വന്നു. 32 ലക്ഷം സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ എൻ്റെ വീടും സ്ഥലവും പണയപ്പെടുത്തി ലോൺ എടുത്ത് ബാധ്യതയെല്ലാം തീർത്തു. ഇന്ന് ആ ലോൺ സംഖ്യ 65 ലക്ഷം രൂപയായി മാറി. ആരും സഹായിക്കാത്തതുകൊണ്ട് കൊല്ലത്തിൽ ലോൺ പലിശയടക്കം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരും തിരിഞ്ഞു നോക്കിയില്ല. ഈ ലോൺ വിവരം എൻ്റെ മക്കൾക്ക് പോലും അറിയില്ല. വീട് ജപ്തി ചെയ്താൽ ഞാനും മക്കളും റോഡിലേക്ക് ഇറങ്ങേണ്ടി വരും. ഒരു ആത്മാർത്ഥതയുള്ള കോൺഗ്രസ്സുകാരൻ അവർക്കൊപ്പം നിന്നുകൊണ്ട് ഈ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ എത്ര നിഷ്ഠൂരമായിട്ടാണ് ഈ അഴിമതി കൂട്ടങ്ങളും ഈ കള്ളത്തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളുകളും ചേർന്നുകൊണ്ട് അദ്ദേഹം ഇത്രയും സാത്വികനായ രീതിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു പ്രവർത്തനം. അദ്ദേഹത്തിൻ്റെ കത്ത് അരുണിൻ്റെ കയ്യിലുണ്ടല്ലോ. നമ്മൾ ഈ കത്ത് വായിച്ചിട്ടുള്ള ആളുകളല്ലേ. എത്ര സുതാര്യമായിട്ടാണ് അദ്ദേഹം ആ കത്തും അതിൻ്റെ വിഷയവും അതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കള്ളത്തരം അദ്ദേഹം ചെയ്യുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള എന്തെങ്കിലും ഉദ്ദേശമുണ്ടാകുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരുകൾ മറച്ചു വെക്കാമായിരുന്നു, സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ പറയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കത്തുകൾ എത്ര സത്യസന്ധമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ BJPക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ ഭരണം പിടിക്കാൻ ഞങ്ങളുമായി ചേർന്നുകൊണ്ട് ഉള്ള സംവിധാനത്തെ മറിച്ചിടാൻ നിങ്ങൾ നടത്തിയ അഴിമതിയെക്കുറിച്ചാണ് ശ്രീ വിജയേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനുള്ള നഷ്ടത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ള ഭൂമിയെ സംബന്ധിച്ചും വീടിനെ സംബന്ധിച്ചുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരിക എന്നുള്ള ബാധ്യത ഈ സർക്കാരിനുണ്ട്. സർക്കാർ ഏതെങ്കിലും തരത്തിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ നിരന്തരമായി കോൺഗ്രസിനെതിരെ പടവെട്ടുന്നു എന്ന് പറയുന്നവരാണല്ലോ. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് ഈ കാര്യത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തി ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ പുറത്തു കൊണ്ടുവരാത്തത്? ശ്രീ ഗോപിനാഥൻ സൂചിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് അതെല്ലാം കൊടുത്തു തീർത്തുവെന്നാണ്. നമ്മൾ ഈ കത്ത് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് കൊടുത്തു തീർത്തിട്ടുണ്ട് ശ്രീ ഗോപിനാഥൻ. അങ്ങ് ഈ കത്ത് കൃത്യമായി വായിക്കാത്തതുകൊണ്ടാണ്. ആ പണം നിങ്ങൾ കൊടുത്തു തീർത്തു എന്ന് പറയുന്ന പണം മുഴുവൻ കൊടുത്തിട്ടുള്ളത് ശ്രീ വിജയൻ അദ്ദേഹം ലോൺ എടുത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം ലോൺ എടുത്ത് കൊടുത്ത് തീർത്ത കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ അഹങ്കാരത്തോടുകൂടി പറയുന്നത്. ഞങ്ങൾ ആ പണമെല്ലാം കൊടുത്തു തീർത്തു എന്ന്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഗോപിനാഥ് പറയുന്ന പ്രകാരം ആ പണമിടപാടുകളെല്ലാം തീർത്തിട്ടുണ്ട്. പക്ഷേ തീർത്തത് വിജയനും ഇടപാടുകാരും തമ്മിലുള്ള കാര്യമാണ്. അരുൺ, ആ പണമെല്ലാം തീർത്തത് പാർട്ടിയല്ല. ആ പണമെല്ലാം തീർത്ത് ശ്രീ വിജയൻ അദ്ദേഹത്തിൻ്റെ ചെക്ക് കൊടുത്ത്, അദ്ദേഹം പണം കടം വാങ്ങി, അദ്ദേഹം ലോൺ എടുത്ത്, അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിക്കേണ്ട സ്വത്ത് മുഴുവൻ നഷ്ടപ്പെടുത്തി ഒരു പാർട്ടിക്ക് വേണ്ടി. എന്നിട്ടാണ് ഈ കാട്ടുകള്ളന്മാർ പറയുന്നത് പാർട്ടി അദ്ദേഹത്തിനോട് യാതൊരു വിധേയത്വവും ഇല്ല, അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ സ്വന്തമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി പണമെടുത്തതായിരിക്കും. നമുക്ക് പറയാം, ഇപ്പോൾ ഈ പൊതുജനങ്ങളുടെ മുൻപിൽ നമുക്ക് എന്ത് കള്ളത്തരവും പറയാനുള്ള ശ്രമം നടത്താം, പാർട്ടിക്ക് വേണ്ടി പറയാം. പക്ഷേ ആ കുടുംബവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും അദ്ദേഹത്തിൻ്റെ ആത്മാവും അത് പൊറുക്കുമോ ശ്രീ ഗോപിനാഥൻ? നിങ്ങളുടെ പാർട്ടി ആലോചിക്കട്ടെ. ഇത് പൊറുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ നിങ്ങൾ പറയുന്നത്? Debate with Dr. Arun Kumar.